ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗൾ എടുക്കുക, അതിലേക്ക് ഒരു 4 മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മൊത്തത്തിൽ എടുക്കണ്ട കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ മുട്ട ഇവിടെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊരു സൈഡിലോട്ടേക്ക് മാറ്റാം. എന്നിട്ട് നമ്മളുടെ പൊടികൾ റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ 1 കപ്പ് മൈദ എടുക്കാം. എന്നിട്ട് ആ 1 കപ്പിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് ആദ്യം അതിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളുടെ ആ ഒരു മുട്ടയുടെ മിക്സിലേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പം എപ്പോഴും മിക്സ് ചെയ്യുമ്പം സൂക്ഷിച്ച് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇങ്ങനെ കുത്തി ഇളക്കുവാണെങ്കിൽ നമ്മളുടെ ആ മുട്ട ബീറ്റായി വന്നതൊക്കെ താണു പോകും കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ ലാസ്റ്റ് ബാച്ചായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു മൈദ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/4 കപ്പ് പാലും അതുപോലെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ കേക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഓൾറെഡി ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ ഈ ഒരു കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ടിന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇത് നമ്മളുടെ ഈ ഒരു കേക്കിൻ്റെ ഈ കൂട്ടിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിലൊന്ന് പോകാൻ വേണ്ടിയാണ് കേട്ടോ. എല്ലാ സൈഡിലും ഒരുപോലെ ആവുകയും ചെയ്യും. ഇനി നമുക്കിത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് വെച്ചിട്ടുള്ള ഓവണിൽ ഒരു 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ഫംഗ്ഷൻ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും താഴത്തെയും മുകളിലെയും ആ ഒരു കോയിൽ ചൂടാവുന്ന രീതിയിൽ വേണം കേട്ടോ ഫംഗ്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇല്ലേ, എനിക്ക് എപ്പോഴും ഇല്ലേ കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. കാരണം നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് മൊത്തം പാത്രം കൊണ്ടും പൊടി കൊണ്ടും ഒക്കെ നിറയലാണ്. അപ്പോൾ അതൊക്കെ ക്ലീനാക്കുന്ന ഓർക്കുമ്പോൾ വിചാരിക്കും കേക്കേ ഉണ്ടാക്കണ്ടെന്ന്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന്. അങ്ങനെ വീഡിയോ എടുത്ത് തന്നിട്ട് അത്. അപ്പോൾ ഇതാ നമ്മളുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ അടിയിൽ നിന്നും ആ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക് മറിച്ചിട്ടിട്ട് അതേ സെയിം ട്രേയിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഈ കേക്കിന് ഹോൾ ഇട്ട് കൊടുക്കാം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിലേക്കൊരു മിൽക്കിൻ്റെ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കും. അപ്പം ഈ കേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ കേക്കിലൊക്കെ ഹോൾ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മിൽക്കിൻ്റെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്കൊരു 1/2 കപ്പ് തന്നെ നമ്മളുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടല്ലോ, അതുകൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 കപ്പ് പാലുണ്ടല്ലോ, നല്ല തിക്കായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ കേക്കിന് ഒഴിക്കാനുള്ള ആ ഒരു മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിൽക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് എല്ലാ സൈഡിലും ഒരുപോലെ വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ മിൽക്ക് ഒഴിച്ചു കൊടുക്കുമ്പം കേക്ക് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വിപ്പിംഗ് ക്രീം കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലാക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം നമുക്ക് നമ്മളുടെ ആ ഒരു നൈഫ് ഉണ്ടല്ലോ, വിപ്പിംഗ് ക്രീം സ്പ്രെഡാക്കി എടുക്കുന്ന ഒരു നൈഫ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതാ നമ്മളുടെ മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമ്മളിത് സെർവ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നേരത്തെ ആ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചെടുത്തിട്ട് ആ മിൽക്ക് ഉണ്ടല്ലോ, അതുകൂടി നമ്മൾ കഴിക്കുന്ന ടൈമിലും ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കഴിക്കുവാണെങ്കിൽ നല്ല വെറ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഒരു ക്രീമി ടെക്സ്ചറോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു കേക്ക് കഴിക്കാം കേട്ടോ. അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അഥവാ നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.